എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും ബാലൻസ് ചെയ്യുന്നതുമൊക്കെ നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഒരു കാര്യത്തിൽ തന്നെ എനിക്കുള്ള അഭിപ്രായങ്ങളോ കാഴ്ചപ്പാടുകളോ ആയിരിക്കില്ല നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കുമുള്ള തീരുമാനങ്ങളായിരിക്കില്ല അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും ഡിഫറൻ്റ് ആണ്. ചിന്തിക്കുന്നതും അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊക്കെ രൂപപ്പെടുന്ന എവിടെ നിന്നാണ്? നമ്മുടെ മനസ്സിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തനായിരിക്കുന്നത് ശരിക്കും വ്യത്യസ്തമായ മനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരാൾ വിജയിക്കുന്നുണ്ടെങ്കിൽ വിജയപ്രദമായ രീതിയിൽ അയാളുടെ മനസ്സിനെ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ എവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നവരാണ്, നമ്മുടെ കുടുംബ സാമൂഹിക ചുറ്റുപാടുകൾ എന്താണ്, നമ്മുടെ വിദ്യാഭ്യാസം എന്താണ്, ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിൻ്റെ, നേട്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ വിജയപ്രദമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതായത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ 10 സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 10 കാര്യങ്ങളിൽ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിലവിലുള്ള ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്തുവാനും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും. ഏതായാലും നമുക്ക് പോയിന്റിലേക്ക് വരാം. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് ഏതായാലും പോയിന്റിലേക്ക് വരാം. ഒന്നാമത് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഭയപ്പെടാതെ ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താനാവണം എന്നുള്ളതാണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പതറിപ്പോവാറുണ്ട്, അല്ലേ? പേടിയോടുകൂടി ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. മാത്രവുമല്ല, പേടിയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ പോലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു സൊല്യൂഷനുണ്ട്, ഒരു പരിഹാര മാർഗമുണ്ട്. ആ പരിഹാരം എന്താണ് എന്ന് ചിന്തിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അങ്ങനെ കാണിക്കുമ്പോൾ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഭയപ്പെടാതൊരു മനസ്സ് നമുക്ക് മെല്ലെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇത് ഒരു സുപ്രഭാതം കൊണ്ട് രൂപപ്പെടുത്തണം എന്നുള്ളതല്ല, നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി രൂപപ്പെടുന്നതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന എനിക്കും ഉണ്ടാവും, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകും, നമുക്ക് ചുറ്റിലുള്ള ഓരോ മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളിൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശ്നങ്ങളെ നമുക്ക് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ ധൈര്യം ഉണ്ടാവണം. അല്ലാതെ ആ പ്രശ്നങ്ങളെ ഓർത്ത് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ശക്തമായിട്ടുള്ള സാധ്യതകളെ അത് ഇല്ലാതാക്കി കളയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത് പറയാനുള്ളത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതെ ഒരു മനസ്സ് നിങ്ങൾ ആദ്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. പലപ്പോഴും എല്ലാം പെട്ടെന്ന് വേണമെന്നൊരു പിടിവാശിയുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നേട്ടങ്ങളായാലും എത്ര ചെറിയ നേട്ടങ്ങളായാലും ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്, അല്ലെ? ഇന്ന് നമ്മൾ ഒരാഗ്രഹം, ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ അത് സാധ്യമാകുന്ന പരിപാടികളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ ഒരു ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ, ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നതിനൊരു സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ സമയപരിധി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ നേട്ടം നേടുന്നത് വരെ നമുക്ക് കാത്തിരിക്കുവാനുള്ള മനസ്സ്. പക്ഷെ നമുക്ക് പലപ്പോഴും എന്താണ് സംഭവിക്കാറുള്ളത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട്
മുന്നോട്ട് പോകും. കുറെ മുന്നോട്ട് പോയിട്ട് ഇതൊന്നും നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചൊടുവിൽ അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കാറാണ് പതിവ്. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അവനവന്റെ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കാനാവുക, നേടിയെടുക്കാനാവുക? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും സംഭവിച്ചത് ഇതാണ്. എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അതായത് കുറെ മുന്നോട്ട് പോയിട്ട് കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് കരുതി നമ്മളത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. നമുക്കൊരു ദിവസമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം സംഭവിക്കാനുള്ള ഒരു ദിവസം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ്, ക്ഷമ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയാനുള്ളത് തെറ്റുകളെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, തീരുമാനിച്ചു, മുന്നോട്ട് പോയി, അത് തെറ്റാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. എന്നാൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വാദിച്ച് ജയിക്കുന്നതിനേക്കാൾ സ്വയം ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള റൂട്ട് മാപ്പ് റെഡിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായ കാര്യം. അല്ലാതെ തെറ്റിൽ കടിച്ചു തൂങ്ങിയിട്ട് അത് സ്ഥാപിച്ചെടുക്കുവാൻ വെറുതെ നമ്മുടെ ജീവിതത്തിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. അവനവന്റെ തെറ്റുകളെ കുറിച്ച് കൃത്യമായ ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ആ തെറ്റുകൾ നമുക്ക് തിരുത്താനാവുകയുള്ളൂ. തെറ്റുകളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും തെറ്റ് തിരുത്താനുമാവില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമുക്ക് എങ്ങനെയായാലും തെറ്റുകൾ സംഭവിക്കും. ഒരു കാര്യത്തിനും വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെന്നായി കഴിഞ്ഞാലും, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ്. ഈ തീരുമാനങ്ങളിൽ പലപ്പോഴും ഭൂരിഭാഗവും തെറ്റായ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ആ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് സ്വയം അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മൾ തയ്യാറാവുക. എന്നിട്ട് അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും മഹത്തായ മൂന്നാമത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നാലാമത് പറയാനുള്ളത് നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലംഭാവം കാണിക്കുന്നതും ഈ ഒരു കാര്യത്തിൽ തന്നെയല്ലേ. ഒന്ന് രാവിലേക്ക് എഴുന്നേറ്റ് ഒന്ന് വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നല്ല മടിയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ, ഇതൊക്കെ മോശമായ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഗുണമുള്ള ഭക്ഷണങ്ങളൊന്നുമല്ല പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആഹാരശീലങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ പരാജയമായി മാറും. അതായത് നമുക്കൊരു പക്ഷേ കരുത്തുള്ള മനസ്സുണ്ടായേക്കാം, എന്നാൽ മനസ്സിനിണങ്ങുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഒതുങ്ങി നിൽക്കുന്ന, മനസ്സ് പറയുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ശരീരം നമുക്കില്ലെങ്കിൽ, മനസ്സുണ്ടായത് കൊണ്ട് മാത്രം ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. അപ്പോൾ മാനസികമായ ആരോഗ്യവും വേണം, ശാരീരികമായ ആരോഗ്യവും നമ്മൾ വേണം. അതുകൊണ്ട് രാവിലേക്ക് എഴുന്നേറ്റിട്ട് നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യുക. അത് നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആരോഗ്യം വേണം എന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുകയും അതിനുവേണ്ടി പ്രയത്നിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാലാമത് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളെ കണ്ടെത്താനുള്ള മനസ്സാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന്. എന്നാൽ ആവശ്യത്തിന് ഇവരാരെയും കാണാറുമില്ല. ജീവിതത്തിൽ എത്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, എത്ര നല്ല ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നല്ല ബന്ധങ്ങൾ. ഏത് പാതിരാവിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിളി കേൾക്കുമെന്ന് ഉറപ്പുള്ള നല്ല ബന്ധങ്ങൾ. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള കുറച്ച് ബന്ധങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവണം. കാരണം ജീവിതത്തിൽ ഉറപ്പായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മാനസികമായിട്ടുള്ള തകർച്ചകളും തളർച്ചകളും നമുക്കുണ്ടാവും. അവിടെ നമുക്ക് താങ്ങാവുന്നത്, തണലാവുന്നത് അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ള ബന്ധങ്ങൾ മികച്ചതാണോ എന്ന് പരിശോധിക്കുവാനും അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം എന്നതാണ് അഞ്ചാമത്തെ കാര്യം. അതുപോലെ ആറാമത് പറയാനുള്ളത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ നിരന്തരമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ പാതി വഴിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, മുറിഞ്ഞു പോവാറുണ്ട്.
കുറേ നമ്മൾ പരിശ്രമിക്കും, പിന്നീട് നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മടുപ്പാകും, പലപ്പോഴും അതവിടെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, ഒരു ലക്ഷ്യത്തിലേക്ക് നിരന്തരമായിട്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. എപ്പോഴാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് നമുക്കൊരിക്കലും അറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമോ ദിവസമോ നമുക്ക് സമ്മാനിച്ചിട്ടില്ല, ഇന്ന ദിവസം നമ്മുടെ ഒരു ലക്ഷ്യം പൂർത്തിയാകുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സാക്ഷാത്കരിക്കപ്പെടുന്ന കാര്യമാണ്, അല്ലെ? ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് വേണം? നിരന്തരമായിട്ട് എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, ലക്ഷ്യത്തിൽ നിന്ന്, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത് പറയാനുള്ളത് മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും, പ്രത്യേകിച്ച് മലയാളിക്കൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അസൂയ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടും, അല്ലെ? കാരണം മറ്റുള്ളവർ അങ്ങനെ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ജീവിക്കുന്നത് കാണാൻ എന്തുകൊണ്ടോ മലയാളി ആഗ്രഹിക്കാറില്ല. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോഴാണ് വിശാലമായ സാധ്യതകളും രൂപപ്പെടുന്നത്. അതിനെന്ത് വേണം? മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു അംഗീകാരം നേടിയെടുക്കാൻ വലിയ പാടാണ്. കാരണം വിശാലമായ മാനസികാവസ്ഥയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുവാൻ കഴിയണം, പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയണം. നമ്മുടെ മനസ്സ് കുറെ കൂടി വിശാലമാവട്ടെ, ഉയർന്ന മൂല്യമുള്ളതാവട്ടെ. അപ്പോഴാണ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും ഉയർന്ന ഒരു മൂല്യം നമുക്ക് കണ്ടെത്താനാവുന്നത്. അതാണ് ഏഴാമത് പറയാനുള്ളത്. എട്ടാമത് പറയാനുള്ളത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ആദ്യം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സ് കൂടുതലും ക്യാച്ച് ചെയ്യാറുള്ളത്. അതാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കാറുള്ളത് എന്ന് കാണാൻ പറ്റും, അല്ലെ? കാരണം എത്ര വലിയ പ്രതീക്ഷകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായാലും അത് നേടിയെടുക്കാനാവുമോ എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. അതിനെനിക്ക് കഴിവുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. മറിച്ച് അത് ഒരു വലിയ അവസരമാണ്. തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റും. ആ രീതിയിലൊക്കെ ഉയർന്ന മൂല്യത്തോടെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, അത് ഒരാളെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. എന്നാൽ ജീവിതത്തിൽ അങ്ങനെയൊരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അത് അത്രയ്ക്കേറെ ഉയർന്ന വിശാലമായ മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയുമ്പോഴാണ് എല്ലാം പോസിറ്റീവായി കാണാനുള്ള ഒരു മനോഭാവം നമ്മളിൽ രൂപപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് തന്നെയാണ്. നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു ദിവസം കൊണ്ടല്ല. നിങ്ങൾക്ക് സമയമെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റും നമ്മുടെ മാനസികാവസ്ഥയോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ മാറ്റം കണ്ടു തുടങ്ങും. നിലവിലുള്ള നമ്മുടെ ജീവിതം അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഒൻപതാമത് പറയാനുള്ളത് റിസ്ക് എടുക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. എന്താണ് പേടി? പരാജയപ്പെടുമോ എന്ന പേടിയുണ്ട് നമുക്ക്, അല്ലെ? പക്ഷേ ധൈര്യത്തോടു കൂടി റിസ്ക് എടുക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, പുതിയ ഒരു കാര്യത്തിലേക്ക്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യത്തിലേക്ക് ഒക്കെ നമുക്ക് ഇറങ്ങാൻ സാധിക്കണമെങ്കിൽ അതൊരു റിസ്ക് തന്നെയാണ്. അതിനൊരു മാനസികാവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും എന്താണ് ചെയ്യുക? ഒരു കംഫർട്ടബിൾ സോണിൽ ഇങ്ങനെ ജീവിക്കുമല്ലേ? ഒരു ചെറിയൊരു സർക്കിൾ വരഞ്ഞിട്ട് അതിനുള്ളിൽ ഒതുങ്ങി നമ്മൾ ജീവിക്കും. പക്ഷേ അങ്ങനെ ഒതുങ്ങി ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. ഈ ലോകത്തിന്റെ വിശാലമായ സൗന്ദര്യത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങാൻ സാധിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം ആഘോഷിക്കപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്നത്.
എന്നാൽ അങ്ങനെ ഇറങ്ങണമെങ്കിൽ തൻ്റെ വിശാലമായ അവസരങ്ങളിലേക്ക്, സാധ്യതകളിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക്, ഉയർച്ചകളിലേക്ക്, തൻ്റെ ജീവിതത്തെ അടയാളപ്പെടുന്നതിലേക്കൊക്കെ ഒരാൾക്ക് ഇറങ്ങണമെങ്കിൽ റിസ്ക് എടുക്കുവാനുള്ളൊരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ രസകരമായ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള നല്ല മാറ്റങ്ങളും ഉയർച്ചകളും അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കുവാനുള്ള അവസരങ്ങളും രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് റിസ്ക് എടുക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് 9ാമത്തെ കാര്യം. 10ാമത് ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അടുത്ത് പരിചയമുള്ള ഒരാളാവട്ടെ, പരിചയമില്ലാത്ത ഒരാളാവട്ടെ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു സങ്കടമുണ്ടെങ്കിൽ, ഒരു 4 നല്ല വർത്തമാനം പറഞ്ഞ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് അവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതുപോലും സഹായങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും സഹായം എന്ന വാക്കിന് വിശാലമായിട്ടുള്ള ഒരു പ്രതലമുണ്ട്. അപ്പൊ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ വളരെ വിശാലമായിട്ടുള്ള ഉയർന്ന മാനസികാവസ്ഥയുള്ള ഒരാളാക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രവുമല്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാകും. അതല്ല, മറ്റുള്ളവർക്ക് ഒരു സഹായവും ചെയ്യാതെ വളരെ സ്വാർത്ഥരായ ഒരാളാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളാൽ കഴിയുന്നത് മാത്രം മതി. അല്ലാതെ നമുക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനാവുക അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്കും മറ്റുള്ളവരുടെ സഹായങ്ങൾ വളരെ നാച്ചുറലായി, ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് 10ാമത്തെ കാര്യം. ഏതായാലും 10 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ 10 കാര്യങ്ങളിലും നമ്മുടെ മാനസികാവസ്ഥ മികച്ചതാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നറിയാം. ഏതായാലും ഇത്രയും പോയിന്റുകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു വലിച്ചു നീട്ടൽ സംഭവിച്ചതാണ്. ഏതായാലും ഈ പോയിന്റുകളൊന്നും നിങ്ങൾക്ക് വെറുതെ ആവില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങളുടെ ഒരു ചെറിയ കനലായി മാറാൻ ഈ വീഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.